രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് സ്വാഗതം. എനിക്കും രാധേ രാധേ ചാനലിനെ സ്നേഹിക്കുന്ന സകലർക്കും സന്തോഷകരമായ സുദിനമാണിന്ന്. അതീവ സന്തോഷകരമായ സുദിനമാണിന്ന്. നമ്മൾ കടക്കുകയാണ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെങ്കിൽ പ്ലേലിസ്റ്റിൽ സുരേഷ് ഗോപി സാർ വിജയിക്കുമെന്ന് ഞാൻ പറഞ്ഞതും സുരേഷ് ഗോപി സാർ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞതും അതുകൂടാതെ കൃഷ്ണന്റെ രാധയുടെ കഥ 69 കഴിഞ്ഞ് 70ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കാൻ പോവുകയാണ്. 70 എപ്പിസോഡിലേക്ക് ഈ ചൊവ്വാഴ്ച എത്തിച്ചേരാൻ പോവുകയാണ്. പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും കൃത്യം 12 മണിക്ക് രാധയുടെ പ്രണയം സീരീസ് തുടരുകയാണ്. അതേ കണക്ക് എല്ലാ വ്യാഴാഴ്ചയും കൃത്യം 12 മണിയാകുമ്പോൾ അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ടാകും. ബാക്കിയുള്ളത് ഒരു 3 മണിയാകുമ്പോൾ പല ദിവസങ്ങളിൽ പല പല വിഷയങ്ങളുണ്ടാകും. ഇതിനകത്ത് ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്. നിശ്ചയമായിട്ടും അത് കാണണേ നിങ്ങൾ. ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, പിന്നെ എൻ്റെ മാസ്റ്റർ പീസായ അഷ്ടാവക്രഗീത നിശ്ചയമായും കേൾക്കണം. എന്താ ഇപ്പം ഈ നിമിഷം നിങ്ങൾക്ക് മോക്ഷം കിട്ടും. അതിന് കാത്തിരിക്കണ്ട, കാട്ടിൽ പോകണ്ട, തപസ് ചെയ്യണ്ട, ഒന്നും വേണ്ട. ഈ നിമിഷം നിങ്ങൾക്ക് മോക്ഷം കിട്ടും. അതാണ് അഷ്ടാവക്ര ഗീത. കൃഷ്ണഭക്തനായ അഷ്ടാവക്രന്റെ ഗീത. മനസ്സിലായില്ലേ? കൃഷ്ണൻ അനുഗ്രഹിച്ച സാക്ഷാൽ അഷ്ടാവക്രന്റെ ഗീതയാണ് അതെന്ന് പറയുന്നത്. അത് കേൾക്കണം. പിന്നെ വളരെ സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒരിടത്തൊരച്ഛനുണ്ടായിരുന്നു. പ്രണയിക്കുന്നവർക്ക് വശ്യമന്തം. അത് പ്രണയിക്കുന്നവർ കാണണം. അതിനേക്കാൾ കൂടുതലായിട്ട് മാതാപിതാക്കളും കാണണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അതൊക്കെ നിങ്ങൾ കാണുമല്ലോ. നമുക്കിന്ന് ആട്ടിച്ചു പൊളിക്കണ്ടേ? നമുക്ക് അത്രയ്ക്ക് സന്തോഷമുള്ള ദിവസമല്ലേ? നമുക്ക് പ്രാർത്ഥിക്കാം. ഓം മഹാഗണപതേ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ
രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാറാണി കീ. പറഞ്ഞോളൂ എൻ്റെ കൂടെ, എന്തിനു മടിക്കുന്നു? ജയ്. എൻ്റെ മാതാവ്, എൻ്റെ പ്രേക്ഷകരുടെ മാതാവ്, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സകല ആളുകളുടെയും മാതാവ്, സുരേഷ് ഗോപി സാറിനെ സ്നേഹിക്കുന്ന സകല ആളുകളുടെയും മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരി കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. നമ്മളിന്ന് പുതിയ വീഡിയോയിലേക്ക് വരികയാണ്. നമ്മുടെ സുരേഷ് ഗോപി സാറ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമാണ്. പക്ഷെ ആ ദിവസമല്ല, തൊട്ടടുത്ത ദിവസമാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം ഞാൻ അന്ന് മൗനവ്രതമായിരുന്നു, അതുകൊണ്ട് എനിക്ക് അന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്ത ദിവസത്തേക്ക് ഞാൻ റെക്കോർഡ് വെക്കുകയായിരുന്നു. ശ്രദ്ധിച്ചു കേട്ടോളണം. നരേന്ദ്രമോദിയെ പോലും ഞെട്ടിച്ച സുരേഷ് ഗോപി സാറിൻ്റെ വാക്കുകൾ. നരേന്ദ്രമോദി അത്ഭുതപ്പെട്ടു പോയി, മോദിജി അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനൊരു മനുഷ്യനെ ആദ്യമായിട്ടായിരുന്നു മോദിജി കണ്ടത്. മനസ്സിലായ? അതിലേക്ക് നമുക്ക് കടക്കാം. സുരേഷ് ഗോപി സാറിനെ സ്നേഹിക്കുന്നവർക്കായി രാധേ രാധേ എന്ന ചാനലിൻ്റെ സ്നേഹോപകാരം. മോദിജിയെ ഞെട്ടിച്ച സുരേഷ് ഗോപിയുടെ വാക്കുകൾ. സുരേഷ് ഗോപി സാറിൻ്റെ പ്രവചനം മാസങ്ങൾക്ക് മുമ്പേ, ഇവിടുത്തെ ചാനലുകാരൊക്കെ സർവേ നടത്തുന്നതിനും, അതായത് ഇലക്ഷൻ പ്രഖ്യാപിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ കൃത്യമായി സുരേഷ് ഗോപി സാറ് പ്രഖ്യാപിക്കുമെന്ന് രാധേ രാധേ എന്ന ചാനല് പ്രഖ്യാപിച്ചിരുന്നു. ആ സമയത്ത് രാധേ രാധേ ചാനലിനെ സ്നേഹിക്കുന്ന സകല സബ്സ്ക്രൈബേഴ്സും സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്ന് മാത്രവുമല്ല, സാറിൻ്റെ പ്രവചനം സത്യമാകാൻ സുരേഷ് ഗോപി സാറ് വരണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇന്ന് മുതൽ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ആലോചിക്കണം, നോക്കൂ, സുരേഷ് ഗോപി സാറിൻ്റെ പ്രവചനം വിജയിക്കുമെന്ന് കൃത്യമായി പ്രവചിച്ചത് രാധേ രാധേ എന്ന ചാനലാണെന്ന് അഭിമാനപൂർവം രാധാറാണിയെ സ്മരിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. അതൊന്നും എൻ്റെ കഴിവല്ല, ജ്യോതിഷത്തിനും അപ്പുറമായിട്ട് എൻ്റെ രാധാറാണി അമ്മ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. നിങ്ങൾ നോക്കൂ, മലയാള മനോരമ ചാനല് ആ ഇലക്ഷൻ അടുത്ത സമയത്ത് പോലും സുരേഷ് ഗോപി സാറ് ആ സമയത്ത് സുരേഷ് ഗോപി സാറ് 3-ാം സ്ഥാനത്ത് പോകുമെന്നാണ് പറഞ്ഞത്. 3-ാം സ്ഥാനത്ത്. എനിക്ക് തോന്നുന്നു എക്സിറ്റ് പോൾ കഴിഞ്ഞിട്ടാണോ അതിന് മുമ്പാണോ, എനിക്ക് ഓർക്കുന്നില്ല. എനിക്ക് രാഷ്ട്രീയത്തിൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓർക്കുന്നില്ല. ആ സമയത്ത് ചാനലിൽ പറഞ്ഞതാണ്, അവർ പറഞ്ഞതാണ് 1-ാം സ്ഥാനത്ത് അങ്ങ് ഡിക്ലെയർ ചെയ്യാണ്. ആര്? മുരളി. പിന്നെ 2-ാം സ്ഥാനം, എന്നിട്ട് നിഷാ പുരുഷോത്തമൻ, എന്തോ അതിൻ്റെ പേര് എനിക്കറിയില്ല, ആ കുട്ടിയാണെന്ന് തോന്നുന്നു, വന്നിട്ട് പറഞ്ഞു നിങ്ങൾ നോട്ട് ചെയ്യണം, പ്രത്യേകം നോട്ട് ചെയ്യണം. കേട്ടാൽ തോന്നും അവർ ദൈവീകമായിട്ട് സാക്ഷാൽ ഒടയ തമ്പുരാൻ വിളിച്ചു പറഞ്ഞെന്ന്. 2-ാം സ്ഥാനത്ത് സുനിൽകുമാറാണ്. സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തേക്കാണെന്ന് ഇവിടുത്തെ പ്രമുഖ ചാനലായ മലയാള മനോരമ ഡിക്ലെയർ ചെയ്തു. അവർ ഡിക്ലെയർ ചെയ്യുന്നതിനു മുമ്പേ, മനസ്സിലായില്ലേ, രാധേ രാധേ ചാനൽ ഡിക്ലെയർ ചെയ്തു സുരേഷ് ഗോപി സ്ഥാനത്ത് 1-ാമതാണ്. ദയവ് ചെയ്ത് മനോരമ ചാനലിനോട് എനിക്ക് പറയാനുള്ളത്, ഇനിയൊക്കെ ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾ സർവേ നടത്തരുതേ, വെറുതെ നടത്തരുതേ. എന്തിനാണ് ഇങ്ങനെ നാണം കെടുന്നത്? അല്ലെങ്കിൽ തന്നെ ഈ സർവേ എന്ന് പറയുന്നത് വെറുതെ, സത്യത്തിൽ അതാണ് അന്ധവിശ്വാസം. നമ്മുടെ വീക്ക്നെസ്സിനെ മുതലെടുക്കാൻ 2000 പേരുടെയോ 3000 പേരുടെയോ അഭിപ്രായം അറിഞ്ഞിട്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സ് വായിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ സയൻസ് എന്താണെന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം.
അത് പുഴുത്ത തെറ്റാണെന്ന് നിങ്ങൾക്ക് ഇലക്ഷൻ റിസൾട്ട് വന്നപ്പം ബോധ്യമായല്ലോ. ഇവിടെ എന്തൊക്കെ ബഹളമായിരുന്നു. എന്നിട്ട് ഓരോ ചാനൽ പറഞ്ഞ എന്താണ്, സുരേഷ് ഗോപി സാറ് ജയിച്ചാൽ 1%, സുരേഷ് ഗോപി സാറ് ജയിക്കത്തുള്ളെന്ന് പറഞ്ഞു. പക്ഷേ എന്താണ് ഇവിടെ സംഭവിച്ചത്? അത് നിങ്ങൾ ആലോചിക്കുക. മനസ്സിലായില്ലേ? സുരേഷ് ഗോപി സാറ് വോട്ടെണ്ണി തുടങ്ങുന്ന നിമിഷം തൊട്ട് പിടിക്കാൻ കിട്ടത്തില്ല. ഇവിടുത്തെ പ്രമുഖ ചാനൽ മനോരമ പറഞ്ഞത് 3-ാം സ്ഥാനത്തെന്ന്. എന്താണ് ഇവരൊക്കെ ഈ ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താ ചെയ്യുന്നത്? വോട്ടെണ്ണി തുടങ്ങുന്ന നിമിഷം തന്നെ സാറ് കുതിക്കുകയാണ്. സുരേഷ് ഗോപി സാറ് കുതിക്കുകയാണ്. രാധേ രാധേ ചാനലിൻ്റെ പ്രേക്ഷകർ ഒന്നടങ്കം രാഷ്ട്രീയ ഭേദമന്യേ, അതിൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, മനസ്സിലായില്ലേ, ഹിന്ദുക്കളുണ്ട്, അവരെല്ലാം സുരേഷ് ഗോപി സാറിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. മനസ്സിലായില്ലേ? കോട്ടയത്ത് നിന്നൊരു ത്രേസ്യാമ്മയുണ്ട്, അമ്മയാണത്, പ്രായം ചെന്നൊരു അമ്മയാണ്. ആ അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ മാതാവിൻ്റെ പള്ളിയിൽ പോയി മോനെ, മാതാവിൻ്റെ പള്ളിയിൽ പോയിട്ട് മെഴുകുതിരി കത്തിച്ച് വെച്ച് സുരേഷ് ഗോപി സാറിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു, കോട്ടയത്ത് താമസിക്കുന്ന അമ്മയ്ക്ക് എന്തെങ്കിലും പ്രയോജനം സുരേഷ് ഗോപി സാറിനെ കിട്ടിയിട്ടുണ്ടോ? എനിക്കൊന്നും കിട്ടിയിട്ടില്ല മോനെ, ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ആ വലിയ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ യൂട്യൂബിലെ വീഡിയോയിലൂടെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ രാധേ രാധേ ചാനലിൽ ഒരുപാട് മുസ്ലിം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഒരുപാട് ക്രിസ്ത്യൻ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. രാധയുടെ പ്രണയം കാണുന്ന അന്യമതസ്ഥരും ഒരുപാട് പേരുണ്ട്. പലരും ജ്യോതിഷത്തിന് വേണ്ടിയാണ് അന്യമതസ്ഥരെന്നെ വിളിക്കുന്നത്. അപ്പോഴാണ് അവർ പറയുന്നത്, പലരും പറഞ്ഞു, മുസ്ലിം സ്ത്രീകൾ അവരുടേതായ രീതിയിൽ സുരേഷ് ഗോപി സാറിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. തൃശ്ശൂരുള്ള രാധേ രാധേ ചാനലിൻ്റെ അംഗങ്ങൾ സുരേഷ് ഗോപി സാറിനാണ് വോട്ട് ചെയ്തു എന്ന് മാത്രമല്ല, രാധേ രാധേ ചാനലിൻ്റെ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് പറയുന്നത്, സാറിൻ്റെ സ്ഥലത്തും താമരയ്ക്ക് ചെയ്യണേന്ന്. ഞാൻ ആദ്യമേ, കാരണം ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, ഞാൻ വോട്ട് ചെയ്യാൻ പോകത്തില്ല, അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പറ്റത്തില്ല, സാറ് പോകണേ എന്ന് പറഞ്ഞു. അപ്പം രാധേ രാധേ ചാനലിൻ്റെ ഓരോ അംഗങ്ങളും, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസുമായ അംഗങ്ങളും, അവരാത്മാർത്ഥമായി സുരേഷ് ഗോപി സാറ് ജയിക്കാൻ പ്രാർത്ഥിച്ചപ്പോൾ രാധേ രാധേ ചാനലിൻ്റെ തൃശ്ശൂരിലെ അംഗങ്ങൾ സുരേഷ് ഗോപി സാറിന് വോട്ട് ചെയ്തു. അണ്ണാറക്കണ്ണനും തന്നാലായത്. അല്ലാതെ അവർ കുറച്ച് പേര് ചെയ്തതുകൊണ്ട് ജയിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. അണ്ണാറക്കണ്ണനും തന്നാലായത്. ഇപ്പോൾ മനസ്സിലായില്ലേ? വർഷങ്ങൾക്ക് പിന്നിലേക്ക് ഞാനൊന്ന് പോവുകയാണ്. കുട്ടികളെയും കൊണ്ട് ഞാനൊന്ന് ടൂറ് പോയി. മനസ്സിലായി? എൻ്റെ സ്റ്റുഡൻസിനെയും കൊണ്ട് ഞാനൊന്ന് ടൂറ് പോയി. അങ്ങനെ ടൂറ് പോയപ്പോൾ എൻ്റെ കൂടെ കൊല്ലത്തെ DCC സെക്രട്ടറി ആണോ വൈസ് പ്രസിഡൻ്റ് ആണോ എന്ന് ഞാൻ ആലോചിക്കുന്നില്ല, മേരിദാസൻ കൊല്ലത്തെ DCC ഭാരവാഹിയാണ്. കോൺഗ്രസിൻ്റെ DCC ഭാരവാഹിയായ ഈ മേരിദാസൻ സാറിൻ്റെ അളിയൻ മെൽവിൻ, ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളാണ്. മനസ്സിലായില്ലേ? അധ്യാപകരാണ്. അപ്പോൾ ഈ മെൽവിൻ എന്ന് പറയുന്ന അദ്ദേഹം എൻ്റെ കൂടെ, ഞങ്ങളുടെ ഇതിൻ്റെ കൂടെ ടൂർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടാണ് കുട്ടികളെയും കൊണ്ട് ടൂർ പോയത്. അങ്ങനെ ഞങ്ങൾ ടൂർ പോയപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഷൂട്ടിങ് നടക്കുകയാണ്. അപ്പോൾ അവിടെ സുരേഷ് ഗോപിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ സുരേഷ് ഗോപി നല്ല പ്രശസ്തിയിൽ കത്തി നിൽക്കുന്ന സമയം. അപ്പോൾ ആ സമയത്ത് കുട്ടികൾ പറഞ്ഞു, സാറേ സുരേഷ് ഗോപി സാറിനോടൊന്ന് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, എനിക്കറിയില്ല, എനിക്കൊരു പരിചയമില്ല, ഇനി നമ്മൾ അങ്ങോട്ടൊക്കെ ചെല്ലുമ്പോൾ ഷൂട്ടിംഗ് സ്ഥലമാണ്, അതൊന്നും വേണ്ട, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞപ്പോൾ ഈ മെൽവിൻ സാറ് പറഞ്ഞു, ദിലീപ് സാറേ, എൻ്റെ കൂടെ പഠിച്ചതാണ് ഫാത്തിമ കോളേജിൽ സുരേഷ് ഗോപി, പക്ഷേ ഇപ്പം ഓർമ്മ വരുമോയെന്ന് അറിയില്ല, അവരൊക്കെ വലിയ ആൾക്കാരായില്ലേ, എൻ്റെ കൂടെ പഠിച്ചതാണ്, എനിക്ക് ആ പുള്ളിക്കൊക്കെ ഇപ്പം എന്നെ കണ്ടാൽ ഓർമ്മ വരുമോ എന്നെനിക്കറിയില്ല. അപ്പം പിള്ളേരെല്ലാവരും കൂടെ പറഞ്ഞു, മറന്നു പോകുന്നെങ്കിൽ അങ്ങ് പോട്ട് സാറേ, നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും, അതാണ് ഞാൻ പേരെടുത്ത് പറയുന്ന ഈ കൊല്ലത്തെ DCC ഭാരവാഹി കോൺഗ്രസിൻ്റെ ഈ മേരിദാസിൻ്റെ അളിയനായ ആരാണ് ശ്രീ മെൽവിനും, ആ മെൽവിനുമൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ മെൽവിൻ ഒന്ന് ചിരിച്ചപ്പോഴത്തേക്ക്
ഓടി വന്നിട്ട് ചോദിച്ചു, ഫാത്തിമായിൽ പഠിച്ച. അപ്പം വെലിൻ സാർ പറഞ്ഞു, ഓർമ്മയുണ്ടോ മെൽവിൻ? ഞെട്ടിപ്പോയി വെലിൻ സാർ, അക്ഷരാർത്ഥത്തില് ഞെട്ടിപ്പോയി. അയ്യോ എന്തേ വന്നു? പിന്നെ എന്തൊരു സ്നേഹപ്രകടനമായിരുന്നു ആ മനുഷ്യൻ. ആ മനുഷ്യൻ അന്ന് കത്തി നിൽക്കുന്ന സമയം, ഞങ്ങളൊക്കെ ആര് താഴെ നിൽക്കുന്നു, എന്തൊരു സ്നേഹപ്രകടനം. സ്റ്റുഡൻസിൻ്റെ കൂടെയൊക്കെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയുമില്ല, എല്ലാവരുമായി ചേർന്ന് എന്ത് ചെയ്തു, അദ്ദേഹം ഫോട്ടോ എടുത്തു. സത്യം പറഞ്ഞാൽ അന്ന് ആ മനുഷ്യനെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടല്ല, അന്നത്തെ ദിവസം വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച ഒരാൾ അയാളെ കണ്ടപ്പോൾ ഓടി വരിക എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്നേഹി, ഒരു വലിയ മനുഷ്യ സ്നേഹിക്ക് മാത്രമേ പറ്റൂ ആ ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾ. അല്ലാതെ ഓരോരുത്തർക്കൊക്കെ ജാടയല്ലേ, ഏത് എപ്പോൾ പഠിച്ചത്, എനിക്ക് സമയമില്ല കേട്ടോ, ഷൂട്ടിങ്ങാണ്, ഷൂട്ടിങ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ്, ഒന്ന് നിൽക്കണേ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഓടി വന്നു, സംസാരിച്ചു, ഓക്കെ സുഖമല്ലേ എന്ന് പറഞ്ഞു, എല്ലാം പറഞ്ഞ് അദ്ദേഹം സന്തോഷത്തോടെ യാത്രയാക്കി. ഞാനൊരു സത്യം പറയട്ടെ, മനുഷ്യ സ്നേഹിയായ സുരേഷ് ഗോപി സാറ് തോറ്റിരുന്നെങ്കിൽ ദൈവമില്ലെന്ന് പറയേണ്ടി വന്നേനായിരുന്നു. സത്യം, സുരേഷ് ഗോപി സാറ് തോറ്റിരുന്നെങ്കിൽ നമുക്ക് പറയണം ദൈവമില്ലെന്ന്. കാരണം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ നെഞ്ചുരുകി പ്രാർത്ഥിച്ചു അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി. എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളും മൊത്തവും 100% ഹിന്ദുവും 100% ക്രിസ്ത്യാനിയും 100% മുസ്ലിമൊന്നുമല്ല, നല്ലൊരു ശതമാനം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മനസ്സ് നൊന്തു പ്രാർത്ഥിച്ചു. എന്നിട്ടും ജയിച്ചില്ലെങ്കിൽ പിന്നെ ദൈവങ്ങളില്ല എന്ന് പറയണ്ടേ? സുരേഷ് ഗോപി സാർ ജയിച്ചതോടുകൂടി നമുക്ക് പറയാം, യെസ് ദൈവമുണ്ട്, ദൈവമുണ്ട്, യാതൊരു സംശയവുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ വിജയം സ്ത്രീകളുടെ വിജയമാണ്. ദൈവത്തിൻ്റെ ഏറ്റവും സുന്ദരമായ സൃഷ്ടിയാണ് സ്ത്രീ. അവര് ദൈവത്തിൻ്റെ കാരുണ്യം മുഴുവൻ നിറച്ച് ദൈവം വിരൽ തൊട്ട് അനുഗ്രഹിച്ചു വിട്ട ആ മനുഷ്യ സ്നേഹിക്ക് സ്ത്രീകൾ വോട്ട് ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് സ്ത്രീകളുടെ വിജയമാണെന്ന് ഞാൻ പറയും. സ്ത്രീകളുടെ വിജയം, സ്ത്രീകളുടെ വിജയം. പല സ്ത്രീകളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സാറേ ഞങ്ങളുടെ ഹസ്ബൻഡ് കമ്മ്യൂണിസ്റ്റാണ്, ചിലർ പറഞ്ഞു ഞങ്ങളുടെ ഹസ്ബൻഡ് കോൺഗ്രസ് ആണ്, പക്ഷേ ഞങ്ങൾ സുരേഷ് ഗോപി സാറിന് വോട്ട് ചെയ്യും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ ഭർത്താക്കന്മാർ പറയുന്നിടത്താണ് വോട്ട് ചെയ്തത്, ഈ പ്രാവശ്യം ഞങ്ങൾ അങ്ങനല്ല എന്ന് പറയും. ഞാനൊരു കാര്യം പറയട്ടെ, സുരേഷ് ഗോപി സാറ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ടി വിയിൽ നിറക്കണ്ണുകളോടെ കണ്ടപ്പോൾ ഞാൻ ഉച്ചത്തിൽ പറഞ്ഞു, ദൈവം വിരൽ തൊട്ട് അനുഗ്രഹിച്ച മനുഷ്യൻ, ദൈവം വിരൽ തൊട്ട് അനുഗ്രഹിച്ച മനുഷ്യൻ, ആ മനുഷ്യനാണ് ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഞാൻ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സത്യവാചകം ചൊല്ലിയ ആ സമയത്ത് ഞാൻ പറഞ്ഞു, ദൈവമുണ്ട്, രാധാറാണിയുണ്ട്, കൃഷ്ണനുണ്ട്, അള്ളാഹു ഉണ്ട്, ക്രിസ്തു ഉണ്ട്, യാതൊരു സംശയവും വേണ്ട, യാതൊരു സംശയവും വേണ്ട. അള്ളാഹുവും ക്രിസ്തുവും കൃഷ്ണനും രാധാറാണിയും ഒന്നിച്ചനുഗ്രഹിച്ചില്ലായിരുന്നെങ്കിൽ ഇത്രയും ഭൂരിപക്ഷത്തിന് അദ്ദേഹത്തിന് ജയിക്കാൻ എങ്ങനെ കഴിയും? അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് സാക്ഷാൽ നരേന്ദ്രമോദിജി ഞെട്ടിപ്പോയി. എന്തുകൊണ്ട്? ഇങ്ങനൊരു മനുഷ്യനെ മോദിജി കണ്ടിട്ടില്ല. ഓരോരുത്തർ ജയിച്ചു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് മോദിജിയുടെ കാല് പിടിക്കുകയാണ്, മന്ത്രിയാക്കണേ, എന്തെങ്കിലും ഒരു വകുപ്പ് മതിയേ. ആ സമയത്ത് ഒരു മനുഷ്യൻ, സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ എന്നിട്ട് പറയുകയാണ്, എനിക്ക് മന്ത്രിയാകണ്ട, കുറച്ച് സിനിമയുണ്ട്, എനിക്ക് അത് തീർക്കണം. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അധികാരത്തിന് വേണ്ടി കടിപിടി കൂടുന്ന രാഷ്ട്രീയക്കാരുടെ ഇടയിൽ വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വമാണ് സുരേഷ് ഗോപി സാർ. ഒരു കയ്യടി കൊടുത്തേ, എല്ലാവരും കൂടെ ഒന്നിച്ചൊരു കയ്യടി കൊടുത്തേ, അല്ലേ? സത്യത്തിൽ ഒരു കേരളീയൻ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു. ഓരോ കേരളീയനും അഭിമാനിക്കുന്നു. എന്തുകൊണ്ട് അഭിമാനിക്കുന്നു? കേരളീയൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ജനിച്ചു വളരണമെന്നില്ല. തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ എവിടുന്നോ വന്ന് കേരളത്തിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ടവൻ അവൻ അഭിമാനിക്കുകയാണ്. കാരണം ഒരു സ്ഥലത്ത് നിന്നും ഒരാളും പറഞ്ഞിട്ടില്ല കേന്ദ്രമന്ത്രിസഭയിൽ ഒരെണ്ണം വേണ്ടെന്ന്.
ഇത് അങ്ങോട്ട് എന്ന് പറയുകയാണ്. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സാക്ഷാൽ നരേന്ദ്രമോദിജിയെയും അമിത്ഷായെയും എല്ലാം ഞെട്ടിച്ച മനുഷ്യൻ കേരളീയരാണേ. ഞാൻ തൃശ്ശൂരുകാർക്ക് അതിനേക്കാൾ അഭിമാനിക്കാം. തൃശ്ശൂരുകാർക്ക് പറയാം, ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടതാണേ. എന്തൊക്കെ എതിർപ്പുകളായിരുന്നു, എന്തൊക്കെ എതിർപ്പുകൾ അല്ലേ. ഒരു പാവം മനുഷ്യനെതിരെ ഒരു സ്ത്രീ കൊണ്ടുവന്ന് അനാവശ്യമായിട്ട്, സത്യം പറഞ്ഞ എന്താണ്, കഷ്ടം തോന്നും. ഇവരൊക്കെ അനുഭവിക്കും, മരിച്ചു ചെല്ലുമ്പോൾ ഇവരൊക്കെ അനുഭവിക്കും. സാറിനെ കഷ്ടപ്പെടുത്തി അവരൊക്കെ ഉണ്ടല്ലോ ഓരോ കാര്യം. ഇപ്പം അവർക്ക് പാർട്ടിക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കാണും. സുരേഷ് ഗോപി സാറിനെതിരെ കേസ് കൊടുത്ത ആ സ്ത്രീ ആലോചിക്കണം. ഇപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ചാനലുകാർ കാണുമായിരിക്കും, രാഷ്ട്രീയക്കാർ കാണുമായിരിക്കും. പക്ഷെ മരിച്ചു കഴിയുമ്പോൾ ഇവരൊക്കെ നിങ്ങളെ കൂടെ കാണുമോ? എല്ലാവരും ചുടുകാട് വരെ വന്നിട്ട് തിരിച്ചു പോകും. സുരേഷ് ഗോപി സാറിനെതിരെ പരാതി കൊടുത്ത ആ സ്ത്രീ ആലോചിക്കണം. നിങ്ങളെ ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ നിങ്ങളെ കൂടെ ചുടുകാട് വരെ വരൂ. അത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു യാത്രയുണ്ട് കേട്ടോ, ഒരു 1.5 യാത്രയാണ്. കണക്ക് പറയേണ്ടി വരും. എണ്ണി എണ്ണി നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. ആ ശുദ്ധനായ മനുഷ്യൻ്റെ മനസ്സ് നോവിച്ചതിന്. നിങ്ങൾക്ക് ഒരു മനുഷ്യൻ്റെ ശാപം മാത്രമല്ല, സുരേഷ് ഗോപിയുടെ ശാപം മാത്രമല്ല, സുരേഷ് ഗോപിയെ സ്നേഹിച്ച ഒരുപാട് സ്ത്രീകൾ നിങ്ങളെ ശപിച്ചിട്ടുണ്ട്, ഒരുപാട് സ്ത്രീകൾ ശപിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു മനുഷ്യനുണ്ട്, മന്ത്രിയായ ഗണേശ്. ഇത്രയും ഇതൊക്കെ എന്തൊരു മനുഷ്യനാണ്, എന്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകനാണ്. ആ ഒരു പരിഗണന, ഒരു സംസ്കാരം വേണ്ടേ നമുക്ക്? മനുഷ്യനായാലേ ഒരു കൾച്ചർ വേണ്ടേ? എനിക്ക് അദ്ദേഹത്തോട് ഒന്നേ പറയാനുള്ളൂ, പണമുള്ളത് കൊണ്ട് സംസ്കാരം ഉണ്ടാകില്ല, മന്ത്രി ആയതുകൊണ്ട് സംസ്കാരം ഉണ്ടാകില്ല. വില കൂടിയ വാച്ച് ധരിച്ചത് കൊണ്ടോ, വില കൂടിയ ഹോട്ടലുകളിൽ, മുന്തിയ ഹോട്ടലുകളിൽ താമസിച്ചത് കൊണ്ടോ നിങ്ങൾ സംസ്കാര സമ്പന്നനാകില്ല മന്ത്രി. നിങ്ങൾ എന്താണ് പറഞ്ഞത്? അദ്ദേഹം പരിശുദ്ധമായ ആ നോമ്പ് ദിനത്തിൽ മുസ്ലിം പള്ളിയിൽ ചെന്നിട്ട് ആ മനുഷ്യൻ ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് നോമ്പ് കഞ്ഞി കുടിച്ചപ്പോൾ അതിനെപ്പോലും വേറൊരാൾ പറഞ്ഞാൽ വേണ്ടിയില്ല, സിനിമാ ഫീൽഡിൽ ഒന്നിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഈ മന്ത്രി, മനസ്സിലായില്ലേ, അദ്ദേഹം പറഞ്ഞപ്പോൾ എന്ത് പേരാണ് നിങ്ങൾ. എൻ്റെ കൂട്ടുകാരൊക്കെ അദ്ദേഹത്തെ നീജ എന്നാണ് വിളിക്കുന്നത്. പിന്നെ എൻ്റെ സംസ്കാരം, ഞാൻ അങ്ങനെ ഒരാളെക്കുറിച്ചും പറയുന്ന ഒരാളല്ല. എൻ്റെ സുഹൃത്തുക്കളൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്, നീചനാണ് ആ മനുഷ്യൻ, മൃഗമാണ് ആ മനുഷ്യൻ എന്നൊക്കെയാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ മനുഷ്യൻ മൃഗമാണെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം മൃഗം നന്ദിയുള്ളവനാണ്, അങ്ങേറ്റം നന്ദിയുള്ളവനാണ് മൃഗം എന്ന് പറയുന്നത്. കണ്ടിട്ടില്ലേ പട്ടി, നിങ്ങൾ എത്ര അടി കൊടുത്താലും വാലാട്ടിക്കൊണ്ട് നിങ്ങൾ വരുന്ന കണ്ടിട്ടില്ലേ? നിങ്ങളെ വീട്ടിൽ വളർത്തുന്ന പശു എന്തിനാ പറയുന്നത്? സിംഹത്തെ വീട്ടിൽ കൊണ്ടിട്ട് വളർത്തിയാൽ പോലും അതിന് നന്ദിയില്ല. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ കാണിച്ചില്ലേ? ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടില്ലേ? യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ. ആ സിംഹത്തെ കാട്ടിൽ കൊണ്ടുവിട്ടു, അവസാനം വളർന്നു കഴിഞ്ഞപ്പോൾ, എന്നിട്ട് ഈ മനുഷ്യൻ ചെന്നപ്പോൾ ആ സിംഹം ഓടി വന്ന് കാണിക്കുന്ന സ്നേഹം അവർ പോലുമുണ്ട്. അതുപോലും അദ്ദേഹം ചെയ്തില്ല. ഇപ്പം മനസ്സിലായില്ലേ? റിസൾട്ട് വന്നപ്പം മനസ്സിലായില്ലേ? നോമ്പ് ദിവസം സുരേഷ് സാർ കഞ്ഞി കുടിച്ചത് സർവശക്തനായ അള്ളാഹുവിനെ മനസ്സിൽ ധ്യാനിച്ചിട്ടാണെന്നും മനസ്സിലായില്ലേ? പൂർണ്ണമായും ആ മതത്തിൽ വിശ്വസിച്ചിട്ടാണെന്നും തെളിഞ്ഞില്ലേ? അള്ളാഹു സുരേഷ് ഗോപി കഞ്ഞി കുടിച്ചതിൽ സംപ്രീതനായി. കാരണം സർവശക്തനാണ് അള്ളാഹു, യാതൊരു സംശയവും ആ കാര്യത്തിൽ ആർക്കും വേണ്ട. മനസ്സിൽ കളങ്കം വെച്ചിട്ടാണ് സുരേഷ് ഗോപി സാർ അത് ചെയ്തിരുന്നതെങ്കിൽ സർവശക്തനായ അള്ളാഹു ഈ വിജയം സുരേഷ് ഗോപി സാറിന് സമ്മാനിക്കത്തില്ലായിരുന്നു. മന്ത്രിയായ ഗണേശൻ സാറേ, നിങ്ങളത് മനസ്സിലാക്ക്. അള്ളാഹു സർവശക്തനാണ് അല്ലെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഗണേശൻ സാറേ? ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെ എതിർക്കാൻ പറ്റൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സർവശക്തനായ ദൈവമാണ്. മനസ്സിൽ തട്ടി അള്ളാഹുവിനെ ധ്യാനിച്ചിട്ടാണ് ആ മനുഷ്യൻ ആ കഞ്ഞി കുടിച്ചത്. അതുകൊണ്ടാണ് അള്ളാഹു സംപ്രീതനായി. കാരണം കള്ളന്മാരോട് ഒരിക്കലും കരുണ അദ്ദേഹം ചൊരിയാറില്ല. മനസ്സിലായ? അപ്പോ ആ അത്രയും വലിയ വിജയം അവിടെ അള്ളാഹു സംപ്രീതനായ അദ്ദേഹത്തിന് നൽകി. അങ്ങനെ കൃഷ്ണനും ക്രിസ്തുവും നബിയും അള്ളാഹുവും എല്ലാവരും ചേർത്ത് വെച്ച ഞങ്ങളുടെ സുരേഷ് ഗോപി സാറിൻ്റെ വിജയം, ആ വിജയം
എന്താണ് കൂടെ നിന്നവനെ കുത്തി മലർത്താൻ പോലും മടി കാണിക്കാത്ത വല്ലാത്ത മനസ്ഥിതിയുള്ള ആ മനുഷ്യന് ഇനിയെങ്കിലും ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ. എനിക്ക് മന്ത്രിയോട് അത്രയേ പറയാനുള്ളൂ. ഇനിയെങ്കിലും ഒരു മനുഷ്യനായി നിങ്ങൾ ജീവിക്കുക, ഒരു മനുഷ്യനായി ജീവിക്കുക. രാഷ്ട്രീയ തിമിരം ബാധിക്കാതെ അന്യ രാഷ്ട്രീയത്തിൽപ്പെട്ടവരെയും നല്ല റെസ്പെക്റ്റോടുകൂടി പെരുമാറ്. കണ്ടില്ലേ, അങ്ങനെ പെരുമാറിയതുകൊണ്ടാണ് ജോർജ് കുര്യൻ സാറിന് അടുത്ത മന്ത്രിസ്ഥാനം കിട്ടിയത്. അദ്ദേഹം ആരെയും അനാവശ്യമായിട്ടൊന്നും പറയില്ല. നമ്മളൊരു പാർട്ടിയിൽ വിശ്വസിക്കുന്നു, അത് കോൺഗ്രസ് ആകട്ടെ കമ്മ്യൂണിസ്റ്റ് ആകട്ടെ ആരും ആയിക്കൊള്ളട്ടെ, നമ്മൾ നമ്മുടെ പാർട്ടിയുടെ ആവശ്യങ്ങൾ പറയുക. അക്കാര്യത്തിൽ VM സുധീരൻ സാറിനോട് എനിക്ക് പൂർണ്ണ യോജിപ്പാണ്. VM സുധീരൻ സാർ എപ്പോഴും പറയും, ഞാൻ വ്യക്തിയെ എതിർക്കാറില്ല. ഇവിടെ ഈ ഗണേശനൊക്കെ ചെയ്ത അതാണ്, വ്യക്തിയാണ് എതിർക്കുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അസൂയയായിരിക്കും, സുരേഷ് ഗോപി സാറിൻ്റെ വളർച്ചയിൽ വന്ന അസൂയ. താൻ വലിയ ഇന്ന ആളിൻ്റെ മകനൊക്കെ ആയിരുന്നല്ലോ, ബാലകൃഷ്ണ ഉള്ള സാറിൻ്റെയൊക്കെ മകനായിരുന്നു, പിന്നെ വലിയ പണക്കാരനായിരുന്നു, എന്നിട്ട് തനിക്കൊരു ട്രാൻസ്പോർട്ട് മന്ത്രി സ്ഥാനം വരെ ഉള്ളൂ, അതിനകത്ത് ഒതുങ്ങിയിരിക്കേണ്ടി വന്നു. പക്ഷേ സുരേഷ് ഗോപി സാർ എന്ന മനുഷ്യൻ ഇങ്ങനെ കയറുന്നതിൽ അസൂയയായിരിക്കാം, അല്ലാതെ അസൂയ ഇല്ലാത്ത മനുഷ്യൻ ഈ ലോകത്തില്ലല്ലോ. പക്ഷേ ഇനിയെങ്കിലും നിങ്ങളൊക്കെ ഒരു മനുഷ്യനാക്. നിങ്ങൾ വ്യക്തികളെയല്ല എതിർക്കേണ്ടത്, ആശയങ്ങളെയാണ്. മനസ്സിലായില്ലേ? വ്യക്തികളെയല്ല. നിങ്ങൾ കോൺഗ്രസ് ആയിക്കൊള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആയിക്കൊള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ BJPയോ മുസ്ലിം ലീഗോ എന്തോ ആയിക്കൊള്ളൂ. അവിടെ നിന്നുകൊണ്ട് എതിരാളിയെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങൾ പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടും. അതിൻ്റെ തെളിവാണ് സുരേഷ് ഗോപി സാറിൻ്റെ വിജയം, ഇല്ലേ? അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ സമയത്ത് ഒരിക്കൽ പോലും എതിർ സ്ഥാനാർത്ഥികളുടെ പേര് ആ മാന്യനായ മനുഷ്യൻ ഉച്ചരിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും ആർക്കെങ്കിലും പറയാമോ? ഒരിക്കൽ പോലും ആ മാന്യനായ മനുഷ്യൻ എതിർ സ്ഥാനാർത്ഥികളുടെ പേര് ഉച്ചരിച്ചിട്ടില്ല. ഇനി ഈ ഗണേശൻ എന്ന് പറയുന്ന മന്ത്രിയും ഇത്രയും ആക്ഷേപിച്ചിട്ടും അദ്ദേഹം ഒരിക്കൽ പോലും അദ്ദേഹത്തെ പോലെ തരംതാണ് സംസാരിച്ചില്ല. വളരെ മാന്യമായിട്ടാണ് മറുപടി പറഞ്ഞത് അദ്ദേഹം. ഇനി സുരേഷ് ഗോപി സാറ് ജയിച്ചു കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ പറഞ്ഞില്ലേ, ലൂർദ് മാതാവിന് എൻ്റെ വിജയത്തിന് നന്ദി പറയുന്നു. ആലോചിച്ചു നോക്കണം, ലൂർദ് മാതാവിനും കൃഷ്ണനുമൊക്കെ നന്ദി പറഞ്ഞ, ലൂർദ് മാതാവിന് ഒരു ക്രിസ്ത്യൻ ദൈവത്തിന് ജയിച്ചു കഴിഞ്ഞപ്പോൾ നന്ദി പറഞ്ഞ ഒരു BJP MP നിങ്ങൾക്ക് കാണിച്ചു തരാമോ? എവിടെയെങ്കിലും ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ജയിച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യൻ ദേവതയ്ക്ക് നന്ദി പറഞ്ഞ ഒരു BJP MP നിങ്ങൾക്ക് കാണിച്ചു തരാമോ? കാണിച്ചു തരാം. തൃശ്ശൂരുണ്ട് ആ മനുഷ്യൻ. കൊല്ലത്തുനിന്ന് പോയതാ, കൊല്ലംകാര കയ്യുന്നേ തൃശ്ശൂർ അങ്ങ് ഏറ്റെടുത്തേ ആ മനുഷ്യനെ, പൂർണ്ണമായിട്ടും ഏറ്റെടുത്ത ആ മനുഷ്യൻ്റെ പേരാണ് സുരേഷ് ഗോപി. മുസ്ലിം പള്ളിയിൽ പോയി നോമ്പ് കഞ്ഞി കുടിച്ച് ആത്മാർത്ഥമായിട്ട് അവിടെ ഇരുന്ന് കുടിച്ച ഒരു BJP MP നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ചില BJP MPമാർ പറയും ഞങ്ങൾക്ക് മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ടാന്ന് വരെ പറയുന്ന BJP MPമാരുണ്ട്, അല്ലേ? ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ വോട്ട് എന്ന് വരെ പറയുന്ന ചിലരെ കുറിച്ച് ഞാൻ പത്രത്തിൽ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് മുസ്ലിം പള്ളിയിൽ ചെന്ന് അവിടെ ഇരുന്ന് ആ നോമ്പ് കഞ്ഞി ആത്മാർത്ഥതയോടുകൂടി കുടിച്ച ഒരു BJP MP നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അതാണ് സുരേഷ് ഗോപി. മനസ്സിലായില്ലേ? പാർട്ടിയെ അല്ല, സുരേഷ് ഗോപി സാറിന്റെ ക്വാളിറ്റിയാണ്. പാർട്ടിയെ അല്ല, വ്യക്തികളെ നോക്കി വേണം നിങ്ങൾ വോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ആദ്യത്തെ മനുഷ്യൻ, ആദ്യത്തെ രാഷ്ട്രീയക്കാരൻ. നിങ്ങളെ സഹായിക്കുന്നവനാരോ അവന് മാത്രമേ നിങ്ങൾ വോട്ട് ചെയ്യാവൂ. ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയക്കാരന്, നിങ്ങളെ സഹായിക്കാത്ത ഒരു രാഷ്ട്രീയക്കാരന് അന്ധമായ രാഷ്ട്രീയത്തിന്റെ പേരിൽ വോട്ട് ചെയ്യരുത്. അതൊരു BJP കാരനാണെങ്കിൽ പോലും, നിങ്ങളെ സഹായിക്കാത്ത ആളാണെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യരുതെന്ന് തല നിവർത്തി പിടിച്ചു നിന്ന് പറഞ്ഞ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയ നേതാവെന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണ്. ആർക്കെങ്കിലും വേറെ പറയാമോ? ഇങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരൻ പറയുമോ? ഒരു കോൺഗ്രസ്സുകാരൻ പറയുമോ? ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിലും നിങ്ങളെ സഹായിക്കാത്തവൻ വോട്ട് ചെയ്യരുതെന്ന് കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ ആരെങ്കിലും പറയുമോ? ഇല്ല. സുരേഷ് ഗോപി സാർ പറഞ്ഞു നിങ്ങൾ BJP കാരാണെങ്കിലും നിങ്ങൾ വോട്ട് ചെയ്യരുത്. എന്നിട്ട് അന്യ പാർട്ടിക്കാർക്ക് അടി കൊള്ളുമ്പോൾ പോലും വേദനിക്കുന്ന ഒരു മനസ്സാണ് അദ്ദേഹത്തിന്, അല്ലേ? കോൺഗ്രസ്സുകാർക്കൊക്കെ റോഡിൽ കിടന്ന് അടി കൊണ്ടപ്പോൾ
അന്ന് പല BJP നേതാക്കളും മൗനം പാലിച്ചപ്പോഴും അതിനകത്ത് അമർഷം പൂണ്ട ഒരു മനസ്സ് സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ മനസ്സിലാക്കി, എന്തൊരു മനുഷ്യനാണപ്പാ ഇദ്ദേഹം, എന്തൊരു മനുഷ്യനാണ്. സാധാരണ എതിർ പാർട്ടിക്കാരനെ തല്ലുകൊള്ളുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. എതിർ പാർട്ടിക്കാരനെ തല്ല് കൊണ്ടിട്ട് പോലും ആ തല്ല് കൊള്ളുമ്പോൾ അതിൻ്റെ പേരിൽ പോലും വേദനിക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഒരു അപൂർവ കാഴ്ചയാണ് സാറേ, ഒരു അസാമാന്യമായ കാഴ്ചയാണ് സാറേ സുരേഷ് ഗോപി സാറേ. ഞങ്ങൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും, മനസ്സിലായില്ലേ, അങ്ങനെയൊക്കെ ഓരോരുത്തരും ഞങ്ങൾക്ക് അങ്ങ് ലേബലിടുന്നതാണ്. ഞങ്ങളൊക്കെ മനുഷ്യരാണ്, ഞങ്ങളൊക്കെ പച്ച മനുഷ്യരാണ്. ഞങ്ങൾ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഞങ്ങൾക്കൊക്കെ ഈ കേരളത്തിലൊന്ന് ഐക്യത്തോടെ ജീവിക്കണം സാറേ. ഞങ്ങൾക്ക് ഐക്യത്തോടുകൂടി ജീവിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഹിന്ദുവെന്നും മുസ്ലിമെന്നും ക്രിസ്ത്യാനിയെന്നും പറഞ്ഞ് തല്ലുകൂടാതെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒന്നടങ്കം അങ്ങയോട് പറയുകയാണ്, അങ്ങ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം. ഇവിടുത്തെ ഓരോ ദരിദ്രനും പറയുകയാണ്, അങ്ങ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം. കാരണം ദാരിദ്ര്യം കണ്ടു കഴിഞ്ഞാൽ കണ്ണ് നിറയുന്ന മനുഷ്യനാണ് അങ്ങ്. ഈ കേരളത്തിലെ ഓരോ അമ്മമാരും, അതിന് ജാതിമത വ്യത്യാസം ഒന്നുമില്ല, ഏത് മതത്തിൽപ്പെട്ട ഓരോ അമ്മമാരും പറയുന്നു, മോനെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു മോൻ വേണം ഭരണാധികാരിയായിട്ട്, വാ മോനെ, കേരളത്തിലേക്ക് വാ മോനെ. മനസ്സിലായ? ഓരോ കുഞ്ഞനുജത്തിമാരും കുഞ്ഞനുജന്മാരും പറയുന്നു, ഞങ്ങൾക്കൊരേട്ടനെ വേണം ഭരണാധികാരിയായി മുഖ്യമന്ത്രി കസേരയിൽ ഞങ്ങൾക്കൊരേട്ടനെ വേണം, താങ്കൾ വരണം. താങ്കൾ ആ കസേരയിൽ ഇരുന്നാൽ ഈ കേരളത്തിലെ ഓരോ കുഞ്ഞനുജത്തിമാരും ഓരോ കുഞ്ഞനുജനും പറയും, ഞങ്ങളുടെ ഏട്ടനാ ഇവിടുത്തെ മുഖ്യമന്ത്രി, ഞങ്ങളുടെ ഏട്ടനാ മുഖ്യമന്ത്രി എന്ന് പറയും. ഓരോ അങ്ങയേക്കാൾ പ്രായം കൂടിയ ഓരോ ഏട്ടന്മാരും ചേച്ചിമാരും പറയും, ഞങ്ങൾക്കൊരനുജൻ വേണം. അങ്ങ് മുഖ്യമന്ത്രി കസേരയിലിരുന്നാൽ അവർ പറയും, ഞങ്ങളുടെ അനിയനാ മുഖ്യമന്ത്രി എന്ന് പറയും. അവരാഗ്രഹിക്കുകയാണ്. മുസ്ലിങ്ങൾ പറയുന്നു, ഞങ്ങളുടെ മതത്തെ ബഹുമാനിക്കുന്ന ഒരാൾ വേണം. ക്രിസ്ത്യാനികൾ പറയുന്നു, ഞങ്ങളുടെ മതത്തെ ബഹുമാനിക്കുന്ന ഒരാൾ വേണം. ഹിന്ദുക്കളും പറയുന്നു, ഞങ്ങളുടെ മതത്തെ ബഹുമാനിക്കുന്ന ഒരാൾ വേണം. ഈ 3 പേരും പറയുന്നു, ഞങ്ങളുടെ 3 പേരെയും ചേർത്ത് വയ്ക്കുന്ന ഒരാൾ ഞങ്ങൾക്ക് വേണം. ഞങ്ങളെല്ലാവരും പറയുന്നു, കേവലം 5 or 10 വോട്ട് കിട്ടുന്നതിന് വേണ്ടി ഞങ്ങളെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഒക്കെ പറഞ്ഞ് തമ്മിൽ തല്ലിക്കാത്ത ഒരു മതേതരവാദി, ഒരു യഥാർത്ഥ മതേതരവാദി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങ് വരണം. കേരളത്തിലെ ഒരു പ്രജയുടെ മനസ്സ് വേദനിച്ചാൽ കണ്ണ് നിറയുന്ന ഒരു മുഖ്യമന്ത്രിയെ ഞങ്ങൾക്ക് വേണം. അതെ, കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രജയുടെ മനസ്സ് വേദനിച്ചാൽ അങ്ങയുടെ കണ്ണ് നിറയും. കാരണം അങ്ങ് ആ കസേരയിൽ ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രിയല്ല, ഞങ്ങളുടെയൊക്കെ പിതാവാണ്, ഞങ്ങളുടെയൊക്കെ ജ്യേഷ്ഠനാണ്, അമ്മമാരുടെയൊക്കെ മോനാണ്. അതെ, അങ്ങേക്ക് ഒരുപാട് മക്കളുണ്ട്, അങ്ങേക്ക് ഒരുപാട് ജ്യേഷ്ഠന്മാരുണ്ട്, അങ്ങേക്ക് ഒരുപാട് അനിയന്മാരുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ കണ്ണ് നിറഞ്ഞാൽ രാഷ്ട്രീയ ഭേദമില്ലാതെ, കോൺഗ്രസ്സുകാരൻ്റെ കണ്ണ് നിറഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കണ്ണ് നിറഞ്ഞാൽ, മുസ്ലിം ലീഗുകാരൻ്റെ കണ്ണ് നിറഞ്ഞാൽ, SDPIക്കാരൻ്റെ കണ്ണ് നിറഞ്ഞാൽ, BJPക്കാരൻ്റെ കണ്ണ് നിറഞ്ഞാൽ, ഒരു രാഷ്ട്രീയവും ഇല്ലാത്തവൻ്റെ കണ്ണ് നിറഞ്ഞാലും കണ്ണ് നിറയുന്ന ഒരു മുഖ്യമന്ത്രിയെ ഞങ്ങൾക്ക് വേണം. പ്ലീസ് സാർ വരൂ സാർ, ഞങ്ങളെ നയിക്കൂ സാർ, ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് സാർ. സുരേഷ് ഗോപി സാറിനെ ഞങ്ങളിങ്ങ് എടുക്കുകയാണ് കേട്ടോ. ഇക്കൂട്ടത്തിൽ ഒരു കാര്യവും കൂടെ ഞാൻ പറയട്ടെ. മോഹൻലാൽ സാർ കാണിച്ചത് ശരിയായില്ല, വളരെ മോശമായി പോയി. അദ്ദേഹം വല്ല USA-ലോ അങ്ങനെയാണ് ഇവിടെ വരാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ എനിക്കറിയില്ല, എൻ്റെ നോട്ടത്തിൽ അങ്ങനെയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നരേന്ദ്രമോദിയെ പോലുള്ള ഒരു വലിയ മനുഷ്യൻ നേരിട്ട് ക്ഷണിച്ചിട്ടും, മനസ്സിലായില്ലേ, നരേന്ദ്രമോദിജിക്ക് ഒരിക്കലും മോഹൻലാലിനെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. കാരണം മോഹൻലാൽ എന്ന് പറയുന്നത് മോദിജിയുടെ മുമ്പിൽ ആരുമല്ല.
ഒന്നുമല്ല. പക്ഷെ മോദിജി അങ്ങനെയുള്ള ഒരാളല്ല. അദ്ദേഹത്തിന് വലിപ്പ ചെറുപ്പമില്ല. മോഹൻലാലിനെ പോലൊരു നടനെ വിളിച്ചിട്ട് സത്യപ്രതിജ്ഞയ്ക്ക് അദ്ദേഹം പോകാതിരുന്നത് വ്യക്തിപരമായ കാരണം. എന്ത് വ്യക്തിപരമായ കാര്യം? സ്വന്തം പടം മറ്റുള്ളവർ കാണത്തില്ലെന്ന് വിചാരിച്ചതോ? അതാണോ അങ്ങയുടെ? അല്ലെങ്കിൽ അങ്ങ് പറയണമായിരുന്നു വിശ്വസനീയമായി. അതിൻ്റെ ബാധ്യത അങ്ങയ്ക്കുണ്ട്. ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി, മൂന്നാമതും പ്രധാനമന്ത്രിയായ ഒരു മനുഷ്യൻ, ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലയളവിന് തുല്യമായ കാലയളവ് ഭരിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ നിങ്ങളെ വിളിക്കേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങളൊന്നുമല്ല ആ മനുഷ്യൻ്റെ മുമ്പിൽ. പക്ഷേ എന്നിട്ടും ആ മനുഷ്യൻ നേരിട്ട് വിളിച്ചിട്ടും നിഷേധിച്ചു. നിങ്ങൾ ഇതിനു മുമ്പ് ഒരിക്കലും ഈ തെറ്റ് ചെയ്തു. രാമക്ഷേത്രത്തിൻ്റെ ഇതിന്, ആ പ്രതിഷ്ഠാ ചടങ്ങിനും നിങ്ങൾ വിളിച്ചു, നിങ്ങൾ പോയില്ല. നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? ആരെയാണ് ഭയക്കുന്നത്? നിങ്ങളുടെ സിനിമ ആരും ജാതിയും മതവും നോക്കിയല്ല. നിങ്ങളുടെ സിനിമ നല്ലതാണോ വിജയിക്കും, കൊള്ളത്തില്ലേ അത് വിജയിക്കത്തില്ല. അത് നിങ്ങൾ സത്യപ്രതിജ്ഞാ ചടങ്ങിന് പോയാലും രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിന് പോയാലും ഇല്ലേലും ശരി തന്നെ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സിനിമ കൊള്ളാമെങ്കിൽ നടക്കും, ഇല്ലെങ്കിൽ നടക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ഭയക്കുന്നത്? നരേന്ദ്രമോദിജിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സിനിമ കാണാൻ വേറെ ആരും വരത്തില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി സാറിൻ്റെ പടമൊക്കെ പൊട്ടിപ്പൊളിയണ്ടേ? അത് നിങ്ങളുടെ പടത്തേക്കാൾ ചിലത് കളക്ഷൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇന്നും മമ്മൂട്ടിയുടെ കമ്പനി പോലും പിന്നെ സുരേഷ് ഗോപി സാറിനെ വിളിക്കുന്നില്ലേ? അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇനി നിങ്ങളുടെ കാരണം എനിക്കറിയില്ല. പക്ഷേ നരേന്ദ്രമോദിജിയെ പോലുള്ള ഒരാൾ വിളിച്ചപ്പോൾ നിങ്ങൾ പോകണം. പോയില്ലെങ്കിൽ ഈ സമൂഹം മുഴുവൻ നിങ്ങളെ ഒറ്റുനോക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമായിരിക്കാം, പക്ഷേ ഒരു വിശ്വസനീയമായ കാര്യം പറയണം. എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ എന്താണെന്നറിയാമോ? ഒരുപക്ഷെ തൻ്റെ സഹപ്രവർത്തകൻ ക്യാബിനറ്റ് മിനിസ്റ്ററൊക്കെ ആയി തന്നേക്കാൾ ഉയരത്തിൽ കയറുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത അസൂയയാണോ? ഇങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിത് മനസ്സിലാക്കുക. അതുകൊണ്ട് താങ്കൾ കാണിച്ചത് ശരിയായില്ല എന്ന് ഞാൻ തീർത്തു പറയും. താങ്കൾ ഇനി അമേരിക്കയിലേക്ക് ആണെങ്കിൽ താങ്കൾക്ക് അങ്ങനെ പറയാം, എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ പക്ഷേ ഇവിടെ എത്തത്തില്ല എന്ന് പറയാം. അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ വ്യക്തിപരമായ കാര്യമുണ്ടെങ്കിൽ അത് പറയാം. എന്ത് കാര്യം? ഒരു 10-15 മിനിറ്റ് അവിടെ പോയി ഒന്ന് ഇരിക്കാൻ താങ്കൾക്ക് വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യക്തിപരമായ കാരണങ്ങളാൽ സമയമില്ലാത്തതുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അത് മോശമായി പോയി. എന്തിൻ്റെ പേരിലാണെങ്കിലും ഏതായാലും ഞങ്ങൾ കേരള ജനത സുരേഷ് ഗോപി സാറിനെ ഇങ്ങെടുക്കുകയാണ് കേട്ടോ, എടുക്കുകയാണ്. രാധേ രാധേ ചാനൽ നേരത്തെ എടുത്തു, ഞങ്ങളും എടുക്കുകയാണ്. അങ്ങനെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുരേഷ് ഗോപി സാറിന് എല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളെല്ലാവരെയും രാഷ്ട്രീയ ഭേദമന്യം ഇല്ലാതെ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ BJP എന്നോ മുസ്ലിം ലീഗ് എന്നോ യാതൊരു ഭേദവുമില്ലാതെ എല്ലാവരെയും ഒരുപോലെ അങ്ങ് കാണും, ഒരുപോലെ അങ്ങ് സ്നേഹിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഒരിക്കൽ കൂടി രാധേ രാധേ എന്ന ചാനലും രാധേ രാധേ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സും ഒന്നടങ്കം താങ്കൾക്ക് ആശംസ അർപ്പിക്കുന്നു. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പലരും എന്നെ വിളിച്ചു പറഞ്ഞു ആശംസ അർപ്പിക്കാൻ. അത്രയ്ക്ക് അങ്ങയെ സ്നേഹിക്കുന്നു. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഇനി എൻ്റെ രാധേ രാധേ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിനുള്ളതാണ്. അറിയാമല്ലോ നമ്മുടെ മഹാമന്ത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായ സ്വാഹ.